തേടാം. പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിലേക്കുള്ള രാത്രികാല ഗതാഗത നിരോധനം തുടരും. ജൂൺ 1 വരെയാണ് നിയന്ത്രണമുള്ളത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, നേരത്തെ തന്നെ അവിടെ ക്വാറികളുടെ പ്രവർത്തനവും ഈ രാത്രികാല യാത്രാ നിരോധനവും വന്നിരുന്നു. ഇന്നിപ്പോൾ അവിടെ റെഡ് അലേർട്ട് ഉള്ള ഒരു ദിവസം കൂടിയാണ്. മലയോര മേഖലയിലെ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഓടെല്ലാം പൊട്ടിയില്ലേ? ശ്രീജ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് റെഡ് അലർട്ടാണ്. എന്തായാലും അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു കാറ്റും സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജില്ലയിൽ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ടായിട്ട് രാത്രി 7 മുതൽ പുലർച്ചെ 6 വരെയുള്ള സമയങ്ങളിലാണ് രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞ 2-3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 124 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ 2 ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട്. കോന്നിയിലും മല്ലപ്പള്ളി താലൂക്കിലും, കോന്നി താലൂക്കിലും അതുപോലെ തന്നെ മല്ലപ്പള്ളി താലൂക്കിലും 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അവിടെ ക്യാമ്പുകളിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം കൃഷിനാശവും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. 38 ലക്ഷം രൂപയുടെ കൃഷിനാശവും ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നു. ജില്ലയിലെ പ്രധാന നദികളായ അച്ചൻകോവിൽ, മല്ലപ്പള്ളി, അതുപോലെ തന്നെ പമ്പ നദികളിലേക്ക് ജലനിരപ്പും ഒരു നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മലയോര മേഖലയിലേക്കുള്ള യാത്രയിലേക്കും മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലേക്കുള്ള യാത്ര പോകുന്നതൊക്കെ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായി കാറ്റടിച്ച് മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങളുടെ മുകളിൽ വീണ് ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള സഞ്ചാരങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കും. ഗവി അടക്കം കുട്ടവഞ്ചി സവാരി കേന്ദ്രം, കയാക്കിംഗ് അടക്കമുള്ള മേഖലകൾ, മലയോര മേഖലയിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പത്തനംതിട്ട ജില്ലയിലുണ്ട്. ആ മേഖലകളിലേക്കുള്ള യാത്രകളെല്ലാം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 28 വരെയാണ് ഈ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ജൂൺ 1 വരെ ഈ മുന്നറിയിപ്പും ഈ നിരോധനവും അറിയിച്ചുകൊണ്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത്. സീതത്തോട്, തണ്ണിത്തോട്, അതുപോലെ തന്നെ കൊക്കാത്തോട് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം മലയോര മേഖലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെയെല്ലാം മണ്ണിടിച്ചിൽ സാധ്യത ഉള്ള മേഖലയാണ്. ഉരുൾപൊട്ടലുള്ള മേഖലയാണ്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ ഉണ്ടാകാൻ ജില്ലയിൽ സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയിലും വലിയ തോതിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നു. വരും മണിക്കൂറിൽ അതിതീവ്ര മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉള്ളത്. നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം കനത്ത മഴയിൽ ശക്തമായ കാറ്റുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ, ഒരു ഷട്ടറാണ് ഇപ്പോൾ 5 സെന്റിമീറ്റർ തുറന്നിരിക്കുന്നത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. 3 ഷട്ടറുകളാണ് നേരത്തെ തുറന്നിരുന്നത്. ഒരു ഷട്ടർ അല്പം മഴയ്ക്ക് ശമനം ഉണ്ടായ ആ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനം ഉണ്ടായതോടെ ഒരു ഷട്ടർ മാത്രമാണ് 5 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ ജില്ലയിലെ വിവിധ മേഖലയിൽ മഴയുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വേണ്ടത്ര രീതിയിൽ ആളുകൾക്ക് വേണ്ട മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും ജാഗ്രത നിർദ്ദേശം തുടരുകയാണ്. ശരി ശരി ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.